ചായ. ഇന്ന് ജോലിക്ക് പോയില്ലേ? അതൊരു ചെറിയ ജോലിയാണ്. മടി തോന്നുമ്പോൾ ലീവ് എടുക്കും. ഗോൾഡ് മെഡലൊക്കെ കിട്ടിയെന്നേ ഉള്ളൂ. നല്ല ജോലിയൊന്നും ആയിട്ടില്ല. എന്താ ഒരു പരുക്ക്? ഓ, ഇത് ഒന്ന് വീണു. നമ്മുടെ പരാതി ഗുണം ചെയ്തെന്നാ തോന്നുന്നത്. ഒന്ന് ചൂട് പിടിച്ച ലക്ഷണം കാണുന്നുണ്ട്. നല്ല കസേര അച്ഛൻ്റെ? അച്ഛനും ഇരിക്കാറുണ്ട്. എന്നാലും അച്ഛന് തനിച്ചൊരു മുറിയുണ്ട്. അതിനകത്തൊരു പഴയ കസേരയുണ്ട്. അതാ അച്ഛന് കൂടുതൽ ഇഷ്ടം. എങ്കിൽ ഈ ചായ ഞാൻ ആ കസേരയിൽ ഇരുന്ന് കഴിക്കാം. എന്താ വിരോധമുണ്ടോ? ഏയ്, ഒരു വിരോധമില്ല. വരൂ. എല്ലാം അങ്ങനെ തന്നെ കിടക്കുക. ഞാൻ എന്നും തുടച്ചു വെക്കും. നല്ല അടുക്കും ചിട്ടയുള്ള ആളായിരുന്നു കുമാരേട്ടൻ അല്ലേ? മെയ് 7 എന്താ ദിവസമുള്ള പ്രത്യേകത? അച്ഛനെ അന്നാണ് നിങ്ങൾ ആശുപത്രിയിലാക്കിയത്. അച്ഛൻ ഡയറി എഴുതാറുണ്ടായിരുന്നല്ലേ? നല്ല കൈയക്ഷരം. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക്. അല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നറിയാം. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഞാനിതൊന്ന് സൂക്ഷിച്ചോട്ടെ. ചായ തണുക്കും. ശരിയാ, തണുത്തു. അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു? കോടതിയിലേക്ക്. അന്ന് അച്ഛനൊരു കേസുണ്ടായിരുന്നു. ഇന്നാണ് സാക്ഷി വിസ്താരം. ഈ കേസ് തള്ളും. സാക്ഷി എന്ന് പറയുന്ന എൻ്റെ വേഷം എന്താണ് ഈശ്വര? ഇതുവരെ 7 ഭീഷണികൾ ഫോണിലൂടെ വന്നു. 8ാമത്തേനായി ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ഫോണുണ്ടോ? എടുക്കണ്ട. അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ വിളിക്കുക. ഏത് കഴിവേറി മക്കളാ അവിടെ ഫോൺ എടുത്തത്? കുമാരന്റെ ശല്യം തീർന്നല്ലോ. നാട് നന്നാക്കാൻ ജനിച്ച അവതാരം. ആരാത്? ബഹളം വെക്കണ്ട. എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം. കുമാരൻ is here. ഇത് ഞാൻ എടുക്കുന്നു. തിരിച്ചു തരാം. ഞാൻ കുമാരൻ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ, ഒരനാവശ്യ പത്രപ്രവർത്തകൻ. ഞാൻ വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മൈ ഡിയർ ബ്രദർ. ഇന്ന് മെയ് 5. ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് കിട്ടണം. പണമില്ലെന്ന് അവളോട് ഇങ്ങനെ പറയും. തൽക്കാലം വാച്ച് വയ്ക്കാം. പണം ഉണ്ടാകുമ്പോൾ പുതിയതൊന്ന് വാങ്ങാം. മഠത്തിലേക്ക് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മോൾ എന്ത് കരുതുവാവോ? ഒരു ഇല്ലൻ്റിൽ ഇന്ന് തന്നെ എഴുതണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുമാരേട്ടൻ. ഈശ്വര, അതീ കത്തായിരുന്നു. കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ? ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറും ഒരു പ്രഹസനമായിരിക്കും. എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നെന്നിരിക്കും. പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ 1ാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ.
ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാ അന്ന് ശ്രീദേവി മോളുടെ 5ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല 4-5 പള്ളൊന്ന് നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധ എന്നാ തോന്നുന്നത്. ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ. അതാരാ നിലവിളിച്ചത്? എന്നാ അതൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടോ, നിന്റെ ഭാര്യയുടെ സ്വാർത്ഥത കണ്ടോ? അവൾക്ക് നീ വിലപിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വിലപിടിച്ചതാണ്. അതവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി. എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. പിടിക്കടാ അവളെ. കുഞ്ഞെവിടെ? ഇവൻ സമ്മതിക്കില്ല ജോർജ്. നമ്മുടെ 4 കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാറെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ പട്ടി? ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്? ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ച് കളച്ചായ. ആഹാ, താ കുടുംബത്തോടെ വാരിയല്ലേ? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറി കൊണ്ടുപോ. ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കേ അവരാ പാവ മനുഷ്യനെ.
ബാല, അത്രയും ഞാൻ കണ്ടുള്ളൂ. അത് ആ പാവത്തിന്റെ ആത്മാവായിരുന്നിരിക്കാം. ചെകുത്താനൊരു ബലിയർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി. കത്തിയമർന്ന അസ്ഥികളെടുത്ത് മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടി. എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത്. രാത്രി മുഴുവൻ അവിടെയെല്ലാം തിരിഞ്ഞ് ആ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളയാൻ നിർദ്ദേശം നൽകിയാണ് ആ പൂച്ചക്കണ്ണം പോയത്. 100% മനസ്സ് പാളിപ്പോയ ആ പാവം സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല. ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു എന്നേക്കുമായി. $4 കോടി ചന്ദനത്തൈലത്തിന്റെ കള്ളക്കളിയെക്കുറിച്ച് അന്വേഷണം നടത്തി. ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളിലും എഴുതി. അത് കേസായി. ജോർജിനും പൂച്ചക്കണ്ണനുമെതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി. കേസ് നമ്പർ 37A473-12-3-1976. 37A473-12-3-1976. ചെവിയിൽ പഞ്ഞി തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു. ഒരു ചുക്കും സംഭവിച്ചില്ല. 4 കോടിക്ക് പകരം 6 കോടി അവർ വാങ്ങി. ജീവനോടെ ദഹിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു. സുഹൃത്തെ, നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു. ഒരു രാഷ്ട്രീയക്കാരന്റെ അക്രമത്തിന് സാക്ഷി പറയാൻ. അതേ കോടതി, അതേ ദിവസം. പറയൂ, ഞാൻ തോക്കുമോ അതോ ജയിക്കുമോ? സമയം എത്രയായിന്നറിയോ? ഉണ്ണി എന്താ ഈ അർദ്ധരാത്രി പറമ്പിൽ വന്ന് തീ കായണേ? ഒന്നുമില്ല മാവ, ഈ തീക്ക് നല്ല ചൂടുണ്ട്. മേ ഐ കം ഇൻ സർ? ആ, വരണം വരണം. ഞങ്ങളത് ഫ്ലാഷ് ചെയ്തത് കണ്ടല്ലോ. സംഭവം ചൂടായി. പുതിയത് വല്ലതും ഉണ്ടോ? ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലേ സർ? അതൊന്നും സാരമില്ല. പത്രത്തിൽ എഴുതുന്നതും പത്രം ഓഫീസിൽ ഒന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതും സാധാരണം. അതങ്ങ് മറന്നുകളാ. എനിക്കൊരു സഹായം ചെയ്തു തരണം. ഒരു റിസർച്ച് ആവശ്യത്തിനാണ്. 1975 ഡിസംബർ മുതലുള്ള പത്രത്തിന്റെ കുറെ ഇഷ്യൂകൾ ഒന്ന് സംഘടിപ്പിച്ചു തരണം. ഫയൽ കോപ്പി കാണും. തന്നയക്കാൻ ഇത്തിരി വിഷമമാണ്. ഇവിടെ ഒന്ന് വായിച്ചൂടെ? വായിക്കാം, വിഷമമില്ല. പക്ഷെ സ്വല്പം മനസമാധാനത്തോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വരും. ഞാൻ ഉപദ്രവിക്കുന്നില്ല. നാളെ വരാം. 75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി. യു ക്യാൻ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ്. സത്യം പറ, നിങ്ങൾ ആരാണ്? തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും. ഐ എം ആൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ്. എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്താ നീ പത്രക്കച്ചവടം തുടങ്ങി? പഴയതാണ്, 75-76 വായിക്കുന്നോ? ഹേയ്, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ. എവിടെ നോക്കിയാലും യുദ്ധം. ആ ആ ആ ആ താങ്ക് യു സാർ. നല്ല ഫോട്ടോജനിക്കാണ്. താങ്ക് യു. പലരും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? തരക്കേടില്ല. കുമാരേട്ടന് ശ്രീദേവി ഒരു ഒറ്റ മകളേ ഉള്ളൂ? എന്തേ? അല്ല, ശ്രീദേവിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോ
ഒരു അനിയത്തിയോ മറ്റോ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ഓർമ്മ. എങ്കിലും എത്ര നന്നായനെ, ഒറ്റയ്ക്ക് കഴിഞ്ഞ് മടുത്തു. പക്ഷേ ഒരു പേരും കൂടെ കുമാരേട്ടൻ എന്നോട് പറയാറുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലേ? രുക്മിണിയാണോ? ആരാ അത്? എന്റെ ഫ്രണ്ടാ. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വിമൻസ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുക. എന്ന് വെച്ചാൽ 19-20 വയസ്സ്. 18-19. ഫോട്ടോ നാളെ കിട്ടും. അത് ശ്രീദേവി എടുത്തോളൂ. ചുവരിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. ഒരാൾ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറി കിട്ടും. പോട്ടെ. രുക്മിണി അല്ലേ? അതെ. ഇപ്പൊ ഏത് ക്ലാസ് നടക്കുന്നത്? ഫിസിക്സ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രദർ. ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? രുക്മിണിയുടെ അച്ഛനമ്മയും ഗൾഫിലാ. ഞാൻ ചിറ്റമ്മയുടെ കൂടെയാണ്. കുമാരേട്ടൻ രുക്മിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നല്ലേ? ഈ കുമാരേട്ടൻ എന്ന് ഇല്ലന്റെ പുറകിലൊക്കെ എഴുതി ഇടയ്ക്കിടെ അയക്കാറില്ലേ? ഏയ്, എനിക്കിതുവരെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി. കണ്ടു. ഫിസിക്സ് ഇത്തിരി ടഫാണ്. ഞാൻ കാരണം ഉഴപ്പുണ്ടപ്പിക്കോളൂ. ഹലോ, കുട്ടിക്ക് എന്റെ വക ഒരു പ്രസന്റ്. അയ്യോ വേണ്ട. താങ്ക് യു. ഒരു പഴയ കേസ് എടുത്ത് തലയെ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ? വക്കീലല്ലടാ, ജഡ്ജി. ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ്. നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്ന് വെച്ചാ ഉണ്ട. ഇത്രയും വലിയൊരു ഉണ്ട. അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം. കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പൊക്കി തരാം. നീ ആ നമ്പറിങ്ങ. ഇതങ്കള ഇങ്ങോട്ട് എഴുത. വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. 37-473-12-3-1976. 10,000 കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നു. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റു കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങാം. തിരിച്ചു പൊങ്ങുമ്പോ നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ? എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ? മതി, ആ നമ്പറോട്. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി നെൽപ്പൂ കാട്ടാളൻ കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്പന. ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്കെന്റെ പൊന്നു ചേട്ടാ. എഴുത്. പിന്നെ തേച്ച് സോപ്പ് ഇപ്പൊ തീരും. കേറി വാ, സോപ്പ് തീരും. ഉണ്ണി, 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 നീ എന്താ വെള്ളത്തിനിടയിൽ ഗറില്ല യുദ്ധം നടത്താ? അമ്മ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ? നീ എന്തിൽ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തില് ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോതൊക്കെ ആയിരിക്കും. ഒന്ന് പോടാ. എടാ ഉണ്ണി, നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാം. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കും, 4-ാം ദിവസം പിണ്ടി അഴിച്ചു. നീന്തുന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ മുങ്ങി. അന്നമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല. തല്ലിപ്പടൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ, വേദന എടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ.
2 ദിവസമായിരുന്നു ഉത്സവം. 3-ാം ദിവസം തിങ്കളാഴ്ച. അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. പറയാമാവാ, ബുധനാഴ്ച പോയപ്പോ എന്താ, അവിടെ ആരുമില്ല, വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അമ്മയില്ല, അച്ഛനുമില്ല, മോളുമില്ല. കടം ഇത്തിരി ഏത് മനുഷ്യനുണ്ടാവും. കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് 2 മക്കളെ എന്റെ കയ്യിൽ തന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. ഇവിടെ കള്ളം എന്നെ കുളിക്കുന്ന സമയത്ത് ആ പഴംപുരാണം പറഞ്ഞൊരു കരച്ചില്. ചാടും, ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ ഉണ്ണി രാമ 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 പാഹിമ രാമപാദം. ഉണ്ണി അച്ഛന്റെ കയ്യക്ഷരം കണ്ടിട്ടുണ്ടോ? എവിടെ? അന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ, നിന്റെ അച്ഛൻ എഴുതിയത്. എന്നെങ്കിലും ഉണ്ണി ചോദിക്കും തോന്നിയിരുന്നു. അത് പഴത്തില്ല, എടുത്തു വെച്ച് നന്നായി. കുനുകുന എന്തൊക്കെയോ എഴുതിയെന്നല്ലാതെ ഒന്നിനും ഒരു അർത്ഥമില്ല. അവനെന്തൊക്കെയോ പ്രയാസം ഉണ്ടായിരുന്നു. അതെനിക്ക് അന്നും അറിയൂ, ഇന്നും അറിയൂ. അന്ന് എനിക്ക് വയസ്സ് 8, പാർവതിക്ക് 5. സത്യം പറ ഉണ്ണി, ഈ 26-ാം വയസ്സിൽ നിനക്ക് ഈ വീട്ടിൽ പെട്ടെന്ന് അനാഥത്വം തോന്നിയോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഇല്ല മാവാ, അങ്ങനൊന്നും തോന്നിട്ടില്ല. ഈ നെഞ്ചിനകത്ത് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ അനാഥരാകുക? പക്ഷെ അങ്ങനെ തോന്നി. ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. നോക്ക്, ശരിക്കും നോക്ക്, ഇത് ശരിയല്ല. ഈ എഴുത്താരോ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണെന്ന് തോന്നില്ലേ? എനിക്കന്ന് 8 വയസ്സാ, ഇവൾക്ക് 5. 5 വയസ്സുള്ള ഇവളെയും 1 വയസ്സുള്ള ചിന്നുമോളെയും ഈ 8 വയസ്സുകാരൻ അന്ന് ഒരുമിച്ച് തോളിലെടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന അച്ഛൻ്റെ അന്നത്തെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം ഒരിക്കലും ഈ കത്തെഴുതില്ല. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. ഇന്ന് എത്രയാ തീയതി? ഇനി വെറും 46 ദിവസങ്ങളേ ഉള്ളൂ ലീവ് കഴിയാൻ. പ്രഷ്യസ് 46 days. പ്രാണൻ പോലുള്ള 46 ദിവസങ്ങൾ. ടൈം ഈസ് ടു ഷോർട്ട്. ആരാ എന്നോട് തുറക്കാൻ പറഞ്ഞത്? ആരാ തുറക്കാൻ പറഞ്ഞതെന്ന്? അച്ഛൻ പറഞ്ഞിട്ടാ തുറന്നത്. ഓഹോ, അച്ഛൻ പറഞ്ഞിട്ടാണോ? വരൂ. ഈ സ്ഥലം പള്ളിക്കാരെടുത്തേ പിന്നെ അച്ഛൻ എന്നും വരും. ആ അച്ഛന്റെ ആളാന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ ഉറക്കെ സംസാരിച്ചത്. പേരെന്താണാവോ? പേരെന്ത് വേണേലും വിളിക്കാം. മോനേന്നോ, ചേട്ടാന്നോ, ചെക്കാന്നോ. തുറക്കാൻ പറ്റില്ല അല്ലേ? തുറക്കാൻ പറ്റും, പക്ഷെ താക്കോൽ അച്ഛൻ്റെ കയ്യില. പണ്ടിത് ഫോറസ്റ്റുകാർ വാടകയ്ക്കെടുത്തതായിരുന്നു, പിന്നെ പള്ളിക്കാർ തന്നെ തിരിച്ചെടുത്തു. ഇപ്പോ വീണ്ടും സർക്കാരിലേക്ക് പോകുന്ന കേട്ടത്. എന്താ പേര്? എന്റെ പേര് മുത്തപ്പൻ. മുത്തപ്പനോ? എന്താ അങ്ങനെ ഒരു പേര്? അങ്ങനെ ഒരു പേര് ജനിപ്പിച്ചവർക്കൊരു തമാശ.
സ്കൂളിൽ 4 വരെ പഠിച്ചു. ടീച്ചർമാർ മുതൽ കുട്ടികൾ വരെ വിളിക്കുക മുത്തപ്പന്ന. ഇവിടെ ആരാ താമസിച്ചിരുന്നതെന്ന് മുത്തപ്പന് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മ അങ്ങനെ കിട്ടാറില്ല. എന്നാലും പറയാലോ, നല്ല ഐശ്വര്യമുള്ള വീടാ. ഐശ്വര്യമുള്ള വീടാ സത്യ. പക്ഷെ ഐശ്വര്യം വരണമെങ്കിൽ അതാ നോക്ക്, ആ മാവിന്റെ മുകളില് ഒരു ഊഞ്ഞാല് വേണം, ഈ മുറ്റത്തൊരു കോഴിക്കോട് വേണം, മുറ്റം നിറച്ച് കോഴികള്, പണിക്കാര്, ബഹളം വെച്ചുകൊണ്ട് കുട്ടികള്, അങ്ങനെ അങ്ങനെ ഒരുപാട് 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 സംഗതികൾ വേണം. മുത്തപ്പ, ഇവിടെ സോഡ കിട്ടുമോ? കിട്ടൂലോ. സോഡയും കിട്ടും, ഗ്ലാസും കിട്ടും, പച്ചവെള്ളവും കിട്ടും. പക്ഷെ ഇത് 3ലും ചേർക്കാനുള്ള മരുന്ന് ഇവിടെ കിട്ടില്ല. വേണ്ട, നല്ല മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തപ്പൻ ബാക്കിയുള്ള സംഘടിപ്പിച്ചാൽ മതി. നമുക്കേ ചെറുതായിട്ടൊന്ന് ഒരു സന്തോഷത്തിന്. മോൻ ഈ വീട്ടിൽ താമസിക്കാൻ പോവാ? താമസിക്കാൻ പോവുകയല്ല മുത്തപ്പ, ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് കൊല്ലങ്ങൾ എത്ര എന്ന് മുത്തപ്പനറിയോ? ഇതാ ഞാൻ പറഞ്ഞില്ലേ, ആ മരത്തിന്റെ മുകളിൽ ഒരു ഊഞ്ഞാല് കെട്ടണമെന്ന്. ഊഞ്ഞാല് കെട്ടി ആടിയാൽ മാത്രം പോരാ, ഈ മരങ്ങളിലൊക്കെ ഓടിക്കയറാനും എനിക്ക് കഴിയണം. എടാ ഉണ്ണി, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എനിക്ക് നിന്നെ 2 തല്ലണം. അത്ര മോഹനിയാ ഇങ്ങോട്ട് കയറുക, ഇവിടെ വെച്ചിട്ടല്ല. എടാ